പ്രിയ സുഹൃത്തുക്കളെ, ക്രൈസ്തവികത പരാജയപ്പെട്ട ഒരു രംഗമുണ്ട്. അതിതാണ് ഇതിൻ്റെ സന്ദേശം എന്താണെന്ന് ലോകത്തെ ചുറ്റുപാടും ബോധ്യപ്പെടുത്തുന്നതിനുള്ള പരാജയം. അത് സഭകൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു മതമേ അല്ല, ഇത് പുതിയ ഒരു ജീവിത ശൈലി, മനുഷ്യരാശിക്ക് പുതിയ ഒരു ജീവിത മനുഷ്യരാശിയെ രൂപീകരിക്കുന്ന ഇടപാടാണ്. പലപ്പോഴും ആൾ ധരിക്കുന്ന മതങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നു. ഇത് മതമേ അല്ല. മതത്തിൻ്റെ രൂപഭാവങ്ങൾ ആർജിക്കാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. ആദ്യ നൂറ്റാണ്ട് തൊട്ട് അങ്ങനെയാണ് സംഭവിച്ചത്. കോൺസ്റ്റൻറ്റൈൻ്റെ കാലഘട്ടം തൊട്ടാണ് ഇത് മതമായി രൂപപ്പെട്ടു വന്നത്. അതിനുമുമ്പ് സന്ദേശമായിട്ട് നിന്നിരുന്ന പുതുജീവൻ്റെ ശക്തമായ സന്ദേശമായിരുന്നു. ആ സന്ദേശമാണ് ഇന്ന് പൗലോസ്ലിഹ ഭാഷയെ പറഞ്ഞ് അവിടെയെല്ലാം ഒന്നിപ്പിൻ്റെ മനുഷ്യകുലത്തിൻ്റെ ഒന്നിപ്പിക്കിൻ്റെ പുതിയ ജീവിത ശൈലിയാണ് ഈ മനുഷ്യരാശിക്ക് സുവിശേഷം പ്രദാനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാഷയെ പറഞ്ഞ് അവിടെ ജാതിയില്ല, മതമില്ല. അതുപോലെ തന്നെ മറ്റ് അവിടെ ഉണ്ട് അന്നത്തെ ഭാഷയെ പറഞ്ഞ ഗ്രീക്കാരനില്ല, യഹൂദനില്ല, പരിച്ഛേദനില്ല, അപരിച്ഛേദനില്ല, പരിഷ്കാരിയില്ല, അപരിഷ്കാരിയില്ല, സ്ത്രീയോ പുരുഷനോ ഒന്നുമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഇതാണ് ഈ പ്രധാനപ്പെട്ടത്. അത് മറ്റൊരു വ്യത്യസ്തമായൊരു ലോകമാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ വിത്ത് വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അത് എത്രയെങ്കിലും നിലനിന്നുകൊണ്ടേ പോകുന്നത്. അത് സ്വാധീനിക്കുന്നുണ്ട്, സംസ്കാരങ്ങളെ സ്വാധീനിക്കുന്നു. പക്ഷേ എങ്കിലും അതിൻ്റെ സ്ഥായിയായ ഭാവത്തെ എടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രസൻറ്റ് ചെയ്യുന്നതിന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് ധരിക്കുന്ന നമുക്ക് പരാജയം നേരിട്ടിട്ടുണ്ട്. വേണ്ട വിധത്തിൽ ക്രിസ്തീയരെ അവതരിപ്പിക്കുന്നതിനോ ആവിഷ്കരിക്കുന്നതിനോ അതിൻ്റെ സത്യങ്ങൾ വിളിച്ചു പറയുന്നതിനോ ഒന്നും നമുക്ക് കഴിയാതെ നമ്മുടെ കഴിവുകേടും ബലഹീനതയൊക്കെ ആയിരിക്കാം. എന്തായാലും ശരി, ഏറ്റുപറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ഈശോ നമ്മോട് ആവശ്യപ്പെട്ട സുവിശേഷ പ്രഘോഷണം അതേ രീതിയിൽ നിർവഹിക്കുന്നതിന് നമ്മൾ പിന്നോക്കം പോയി എന്ന് പറയുമ്പോൾ അത് ഏറ്റുപറച്ചിൽ തന്നെയാണ്. മാനസാന്തരവും അനുതാപവും വരുന്ന മെച്ചപ്പെട്ട ജീവിത ശൈലിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓർക്കുകയായിരുന്നു 10-15 വർഷങ്ങൾക്ക് മുൻപ് അങ്ങ് വടക്ക് കിഴക്കൻ, അതായത് നോർത്ത് ഈസ്റ്റിലെ ഒരു രൂപതയിലെ വൈദികരെ ധ്യാനിപ്പിക്കുന്ന ഒരു അവസരം എനിക്ക് ലഭ്യമുണ്ടായി. ബോൺഗായ് ഗാവ് ഡയസ് എന്ന് പറയും. അതായത് ഗോഹട്ടി ഡയസ് വിഭജിച്ചുണ്ടായ ഒരു രൂപത, ഒരു മലയാളിയാണ് അവിടുത്തെ മേലധ്യക്ഷൻ. അതിനെ ക്ഷണിച്ചത്. അവിടെ ഒരു വികാരിയുടെ അച്ഛനുണ്ടായിരുന്നു, ഒരു കൊട്ടാരത്തിലെ അച്ഛൻ പറയും. അതിനെ കൊണ്ടുപോയി. അതായത് 100 പേരോളം ഉള്ള ഒരു വൈദിക സമിതിയെ മേഘാലയയിൽ വെച്ചാണ് ഈ ധ്യാനം നടക്കുന്നത്. അതായത് അവിടെ വളരെ ധ്യാനാത്മകമായ രീതി, ഭംഗിയായ രീതി. ഒന്നാമത് ആ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ ടവറോ അല്ലെങ്കിൽ നെറ്റോ കിട്ടുകയില്ലാത്തതുകൊണ്ട് മനുഷ്യൻ ഫോൺ ഉപയോഗിക്കാതിരുന്നതുകൊണ്ടും ധ്യാനം നല്ല ഭംഗിയായിട്ട് നടന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ട് ആ വാർഷിക ധ്യാനത്തിൽ ഒന്ന് സംഭവിച്ചപ്പോൾ ഞങ്ങൾ അതിന് ശേഷം വല്ലപ്പോഴൊക്കെ ഈ വികാരി ഞങ്ങളച്ഛനെയും ഈ ചുറ്റുപാടൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് നോർത്ത് ഈസ്റ്റിലെ സിറ്റുവേഷൻ മനസ്സിലായത്. ചെല്ലുന്നിടത്തൊക്കെ നാം കാണുന്നത് വലിയ സ്ഥാപനങ്ങൾ. ആരാ മൂലം? സലേഷ്യൻസിൻ്റെയാണ്. സലേഷ്യൻ വൈദികര സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ധാരാളമായിട്ട് കാണാൻ കഴിയും അവിടെ യേശുക്രിസ്തു കഴിഞ്ഞ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോൺ ബോസ്കോയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത്, എന്താ ഇങ്ങനെ ഈ സലേഷ്യൻസ് ഇത്ര അധികമായിട്ട് ഇവിടെ വന്നുകൂടാൻ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കാര്യം ചരിത്രം പറഞ്ഞ് മനസ്സിലാക്കി. അതായത് ഇവിടെ ഈ പ്രദേശത്തിലെ ആളുകൾ അവർ ഒരു മതത്തിലും പെട്ടവരിൽ, അവർക്ക് മതമില്ല, ഒന്നുമില്ല, ആദിവാസികളാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവിടെ ഒരുപാട് മനുഷ്യരിങ്ങനെ പല രോഗങ്ങളും, മലേറിയ, കുഷ്ഠമലകം വന്ന് ഒരുപാട് പേര് മരിക്കുമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ അന്നത്തെ മാർപ്പാപ്പ സലൈൻസിനോട് പറഞ്ഞ് ഈ പ്രദേശത്തെ സേവനം ചെയ്യാനും മനുഷ്യരെ രക്ഷിക്കാനും വേണ്ടി ഈ ആതുര ശുശ്രൂഷയും വിദ്യാഭ്യാസവും ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞു. അവരങ്ങനെ ഇറങ്ങിത്തിരിച്ചു എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പേ. അപ്പോൾ അന്ന് ഇറങ്ങിത്തിരിച്ച ആൾക്കാർക്ക് ഭയങ്കരമായ കഠിനമായിട്ടുള്ള രോഗങ്ങളുണ്ടായി, അവരും മരിക്കാനിടയായി. കുഷ്ഠരോഗികൾ ഒരുപാട് പേരും. അന്നത്തെ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം പിടിപെട്ട് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ അതിന് പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്നിൽ അവർ ജീവനുടെ കുഴിച്ചു മൂടുക, അല്ലെങ്കിൽ രണ്ടാമത് ജീവനെ കത്തിച്ച് കളയുക. അതുമല്ല എങ്കിൽ ഇവരെ വനത്തിലേക്ക് കയറ്റി വിട്ടേക്കുക. ഇതാരും ചെയ്തുകൊണ്ടിരുന്ന കാര്യം. നമ്മൾ ഈ പറയുന്ന പോലെ ആസ്പത്രികൾ, നമ്മൾ ഇന്ന് വിചാരിക്കുക മോഡേൺ ഇന്ത്യ അല്ലെങ്കിൽ മോഡേൺ കേരളം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആര് സൃഷ്ടിച്ചതാണ്? അടിസ്ഥാനപരമായി മിഷണറിമാരുടെ പ്രവർത്തനത്തിലൂടെയാണ് ഈ സുവിശേഷ അടിസ്ഥാനമായൊരു കാഴ്ചപ്പാട് വരാൻ ഇടയാവുകയും അതിഭയങ്കര അടിമത്തിലൊക്കെ മോചിതരാവുകയും മനുഷ്യ സ്വതന്ത്രരാവുകയും ചെയ്ത്. അങ്ങനെയാണ് സാവധാനത്തിൽ. അതൊക്കെ ഇന്നിപ്പോൾ അതൊന്നും ആരും അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ചരിത്രം പഠിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന സംഗതികളാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ രോഗം വന്നാൽ തന്നെ മലേറിയ പോലുള്ള രോഗം വന്ന ചേട്ടനോട് പറഞ്ഞു, മലേറിയ രോഗം വന്ന പ്രദേശത്തെ ആൾ മുഴുവൻ മരിച്ചുപോയി. അവിടെ എന്താ പിന്നെ ചികിത്സ? മന്ത്രവാദം.
മന്ത്രവാദമാണ് ഒരു ചികിത്സയായിട്ട് അവർ കണ്ടെത്തിയിരുന്ന സംഗതി. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന സംഗതി രണ്ട് കാര്യങ്ങൾ അവർ കണ്ടു. ഇങ്ങനെ വരുന്ന രോഗങ്ങൾ അവർ ധരിച്ചിരുന്ന വിധി ഇയാളുടെ വിധിയാണ്, അതുകൊണ്ട് അത് വഹിച്ചേ പറ്റും. അല്ലെങ്കിൽ ശാപം, എവിടെയെങ്കിലും ആണെങ്കിലും പഴയ ആൾക്കാർ ശാപം എന്തെങ്കിലും കിടപ്പുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ആൾ കണ്ടുകൊണ്ടിരുന്നത്. സ്വന്തം ജീവിതത്തിൽ വരുന്നതായ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളെ നേരിടുന്നതിന് അന്ധവിശ്വാസമാണ് അവരെ ഏതെങ്കിലും തരത്തിൽ മുമ്പോട്ട് നയിക്കാനായിട്ട് കരുതപ്പെട്ടിരുന്ന ഏറെ ഉപാധി. അന്ധവിശ്വാസം കൊണ്ട് എവിടം വരെ പോയി നിൽക്കുമെന്ന് നമുക്കറിയാവുന്നതാണ്. അതുപോലെ മലേറിയ വന്നു കഴിഞ്ഞ് എന്തെല്ലാം ഭയങ്കരമാണ് നമുക്കറിയാം. വന്ന് പിടിച്ചു വിട്ടതിന് ഭയങ്കര നല്ല ശക്തമായി ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ മരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നരഭോജികൾ അതിനിടയിലുണ്ടായിരുന്നു പറയും, നരഭോജികൾ. അവരൊക്കെ ഇന്ന് നരസ്നേഹികളായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിൻപിൽ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം ഈ പറയുന്ന പുതിയ ഉന്മേഷം, സുവിശേഷത്തിൻ്റെ ശക്തി അങ്ങോട്ട് കടന്നു ചെന്നു എന്നുള്ളത് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. സാവധാനത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി, വിദ്യാഭ്യാസം കൊടുക്കാൻ, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയാം. അവിടെ ചെന്നാൽ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഷില്ലോങ് ചെല്ലാമെങ്കിൽ കാണാം ഉന്നതമായ വിദ്യാഭ്യാസമാണ്. വലിയ എഞ്ചിനീയറിങ് കോളേജുകളൊക്കെ നമ്മുടേതിനേക്കാൾ അവിടെ ഒരു ഷില്ലോങ് അഡ്മിഷൻ കിട്ടാത്ത ആൾക്ക് താല്പര്യപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വളരെ അടുത്ത എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, റോമിൽ പഠിച്ചിരുന്ന ഒരു വൈദിക എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പഠിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഡൊമിനിക് കാല എന്ന് പറയും. അദ്ദേഹം അവിടെ ബിഷപ്പായി തീർന്നു, ആർച്ച് ബിഷപ്പായി തീർന്നു. ആദിവാസിയാണെന്ന് പറഞ്ഞു, ആദിവാസികൾ എന്ന് പറഞ്ഞയാളാണ്. അപ്പോൾ അത് റോമിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് വരുമ്പോൾ അവിടുത്തെ ഇദ്ദേഹത്തിന് എന്തൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനെ അവരെന്നും പറയുമായിരുന്നു. അവർക്ക് ആദ്യ മിഷണറിമാർ നൽകിയിട്ടുള്ള ചൈതന്യമാണ് അവർ കുടുംബങ്ങൾക്ക് രക്ഷപ്പെട്ടതെന്ന്. പക്ഷേ അദ്ദേഹം നല്ല മിടുക്കാൻ CBCIയിലെ ഏറ്റവും പ്രഗത്ഭരായ ആർച്ച് ബിഷപ്പ്മാരിൽ ഒരാളായിരുന്നു. പാലായിൽ അദ്ദേഹം ആ CBCI മീറ്റിംഗ് നടന്നപ്പം ഞാൻ അതിരമ്പഴി ഇരിക്കുമ്പോൾ അതിലേ വന്ന് എന്നെ കാണുകയുണ്ടായി. പക്ഷേ ദുഃഖമുണ്ട്, അദ്ദേഹം അമേരിക്കയിൽ വെച്ച് ഒരു കാർ അപകടത്തിൽ മരിച്ചു പോകാനിടയായി. അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തൊക്കെ എനിക്ക് പോകാനിടയായി. അപ്പോൾ അവിടെ ചെന്ന് കാണുന്ന ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖാലും എല്ലാം സൊല്യൂഷൻസിൻ്റെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട സംഗതി, ഇവിടെയൊക്കെ സഭ ചെയ്ത കാര്യങ്ങൾ, പിന്നീട് ബാപ്റ്റിസ്റ്റ് മിഷണറിമാരും തന്നെ ഇതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അന്ന് ഈ പറയുന്ന മതം എന്ന് പറഞ്ഞാൽ എല്ലാം ആദിവാസികളാണ്. അല്ല അവർക്ക് അവിടെ ഒരു ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അവരെല്ലാം അങ്ങോട്ട് കിട്ടി. അവിടെയൊന്നും ആർക്കും മതപരിവർത്തനത്തിനെതിരായിട്ടൊന്നും ആരും പറയുന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പം ചെയ്യുന്ന പണി എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിച്ചു ഇപ്പം അങ്ങനെ ഉണ്ട്, ഇതിനകത്തുണ്ടെങ്കിലും ഈ ആളുകൾ ഇങ്ങനെ സഭയിലേക്ക് വന്നാൽ എതിർപ്പുണ്ടല്ലോ. ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂപ്പന്മാരെ വിളിച്ചിട്ട് പണം കൊടുക്കുക, എന്നിട്ട് ആരും ഇങ്ങനെ വേറൊരു തരത്തിൽ ക്രിസ്തീയ സഭയിൽ ചേരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മൂപ്പന്മാർക്ക് നിർദ്ദേശം കൊടുത്തു, അവരെ പണം കൊടുത്തുകൊണ്ട് അവരെ ആളാക്കിക്കൊണ്ട് ചെയ്യുന്ന പണികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ എന്ന് വിചാരിച്ചാൽ തന്നെയും ഇപ്പോൾ ഇവിടെ ഇരുന്ന് കേരളത്തിൽ ഇരുന്നൊക്കെ പറയുന്നത് നോർത്ത് ഈസ്റ്റ് മുഴുവൻ മതപരിവർത്തനം നടത്തി. എന്ത് മതപരിവർത്തനം നടത്തിയത്? മതം പരിവർത്തനം ചെയ്യാൻ ചെന്നില്ല അവർ. മനുഷ്യൻ്റെ കഷ്ടപ്പാടിൻ്റെയും ക്ലേശങ്ങളെയും രോഗങ്ങളെയും നടുവിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ പോയപ്പോൾ ആ രക്ഷപ്പെടുത്തുന്നതിന് പിമ്പിലെ ചൈതന്യം യേശുക്രിസ്തുവാണെന്ന് മനസ്സിലായി അങ്ങോട്ട് വരുന്നതിന് ആർക്കും തടയാൻ പറ്റുമോ? അതാരെങ്കിലും ആർക്ക് പാൽപ്പൊടിയും ഗോതമ്പും കൊടുത്ത് മതപരിവർത്തനം നടത്തിയതൊന്നുമല്ല. അവർ യേശുവിനെ കണ്ടെത്തി എന്നുള്ളതാണ്. ആ കണ്ടെത്തി കഴിയുമ്പോൾ അവരങ്ങ് പോരും. അതിനെ തടയാൻ ആരെ കൊണ്ട് പറ്റും? അത് കേരളം അല്ല, ഇന്ത്യ മുഴുവൻ തന്നെ ഇത് നടന്നുകൊണ്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ തടയാൻ ശ്രമിച്ചാലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന കാര്യം മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സുവിശേഷത്തിൻ്റെതായ ഈ ജീവിത ശൈലി അതൊരു പുതിയ ജീവിത സരണിയാണ്. അതൊന്ന് എടുത്ത് വിളമ്പിക്കൊടുക്കാൻ പറ്റത്തക്ക രീതിയിൽ നമ്മളെക്കൊണ്ട് സാധിക്കാതെ പോകുന്നല്ലോ. അതായത് അത് എന്തോ ഒരു സ്വർഗീയ ജീവിത ശൈലിയാണ്. അത് ഒന്നിനെയും ഭയപ്പെടാതെ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി കൂട്ടായ്മയിൽ ഒന്നിച്ചു ചേർന്ന് ദൈവസന്നിധി ദൈവസ്തുതിപ്പുമായിട്ട് മനുഷ്യൻ്റെ നന്മയും ചെയ്തുകൊണ്ട് പോകുന്ന മനോഹരമായ ജീവിത സരണിയുടെ സുവിശേഷാധിഷ്ഠിതമായ ആ ശൈലി ഒന്ന് എടുത്ത് പ്രഘോഷിക്കാനും പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നില്ലേ എന്ന ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കുന്നു. നമ്മോട് തന്നെയാണ് ചോദിക്കേണ്ടത്. അനുതാപത്തിലെയും മാനസാന്തരത്തെയും വന്നിട്ട് ഈ ചൈതന്യത്തിന് ലോകത്തിൽ ഒരിക്കൽ പോലും അത് പഞ്ഞം വരാൻ പാടില്ല. മനുഷ്യൻ്റെ ആവശ്യമാണ്, മനുഷ്യൻ്റെ രക്ഷയുടെ വഴിയാണ് എന്ന് അത് വാസ്തവത്തിൽ കൊണ്ടുകൊടുക്കുക. നമ്മളിവിടെ എത്നിക് കമ്മ്യൂണിറ്റി ആയിട്ട് മാറി. കേരളത്തിൽ സാധാരണ എത്നിക് കമ്മ്യൂണിറ്റി പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി, നമ്മളൊരു മതസമൂഹം, അതിൻ്റെ അംഗങ്ങൾ, നമ്മുടെ വട്ടചട്ടങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, തിരുനാളുകൾ, നമ്മൾ കൊട്ടിഘോഷങ്ങൾ കാര്യങ്ങളായിട്ട് നമ്മൾ നടക്കുക. അതിനപ്പുറത്തേക്ക് ലോകത്തിന് ആവശ്യമുള്ള ഒരു സന്ദേശം കയ്യിലിരിക്കേണ്ടതെന്നും അതാണ് വിളംബരം ചെയ്യേണ്ടതെന്നും അത് പറയാൻ വിളിക്കപ്പെട്ടവരാണെന്നും അത് അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധ്യം ഉണ്ടാകുന്ന തലമുറ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.